കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. കോടി സൂര്യന്മാർ ഉദിച്ചു വരുന്ന ശോഭയോടെ ഭക്തകോടികളുടെ ഹൃദയതാപങ്ങളകറ്റാൻ ഗുരുഭവനപുരിയിൽ വാണരുളുന്ന ഉണ്ണിക്കണ്ണൻ്റെ ശ്രീലകം ഇന്ന് തുറന്നപ്പോൾ, ഉച്ചപൂജയ്ക്ക് ശേഷം തുറന്നപ്പോൾ ഭക്തിസാന്ദ്രമായ ഒരു ആനന്ദക്കടലായിട്ടാണ് മാറിയത്. ഇന്നത്തെ ഉച്ചപൂജ തൊഴുത് പുറത്തിറങ്ങുന്ന ഓരോ ഭക്തൻ്റെയും മനസ്സിൽ ആ കാർവണ്ണൻ്റെ രൂപം മാത്രം ഇങ്ങനെ പതിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ ഉച്ചപൂജയ്ക്ക് ഭഗവാന് ചാർത്തിയിരിക്കുന്നത് അതീവ മനോഹരായ കാളിയമർദ്ദന കളഭലങ്കാരാണ്. കാളിന്തി നദിയെ വിഷലിപ്തമാക്കിയ കാളിയൻ എന്ന സർപ്പത്തിൻ്റെ അഹങ്കാരം ശമിപ്പിച്ച് അവൻ്റെ ശിരസിൽ നർത്തനമാടിയ നമ്മുടെ കുഞ്ഞിക്കണ്ണൻ്റെ ചൈതന്യമുള്ള ഒരു രൂപമാണ് ഇന്ന് ഗുരുവായൂർ ശ്രീലകത്ത് അലങ്കരിച്ചു വച്ചിരിക്കുന്നത്. നോക്കി നോക്കൂ, ആ കാളിയ സർപ്പത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുന്ന നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ അഹങ്കാരത്തോടെ പത്തി വിടർത്തി നിന്ന ആ സർപ്പത്തിൻ്റെ ശിരസിലേക്ക് പൊന്നുണ്ണിക്കണ്ണൻ 2 തൃപ്പാദങ്ങളും അമർത്തി ചവിട്ടി നിൽക്കുകയാണ്. ആ തൃപ്പാദങ്ങളിൽ പൊൻതളകളിങ്ങനെ മിന്നി തിളങ്ങുന്നുണ്ട്. അരയിൽ ഒരു സുന്ദരമായ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് തിളങ്ങുന്ന കിങ്ങിണി ചാർത്തിയിട്ടുണ്ട്. ആ കിങ്ങിണി മണികൾ ഭഗവാന്റെ കൊമ്പയോട് ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്ന ആ ഒരു കാഴ്ച ഉണ്ടല്ലോ, എന്തോ ഒരു ഭംഗിയാ കാണാൻ. ഭഗവാന്റെ തിരുമാറിലേക്ക് നോക്കി നോക്കൂ, കുഞ്ഞു കുഞ്ഞു മണികൾ കോർത്ത് മനോഹരായിട്ടൊരു മണിമാല ചാർത്തിയിരിക്കുന്നു. അതിന് താഴെയായിട്ട് മാങ്ങാമാല ചാർത്തിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് സ്വർണ്ണവളയം പോലെയുള്ള ഒരു മാലയും ചാർത്തിയിട്ടുണ്ട്. ഈ മാലകളുടെയൊക്കെ നടുവിലായിട്ട് സ്വർണ്ണ ഗോപികൾ വെച്ചിട്ടുണ്ട്. കൈകളിൽ നോക്കി നോക്കൂ, കൈവളകളും തോൾവളകളും ചാർത്തിയിട്ടുണ്ട്. ഭഗവാന്റെ വലത് കൈയിൽ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഓടക്കുഴൽ പിടിച്ചിരിക്കുന്നു. എന്നാലോ ഇടത് കൈയിലേക്ക് നോക്കി നോക്കൂ, ഇടത് കൈ കാളിയ സർപ്പത്തിൻ്റെ വാലിലാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്. ഒരു കൈ കൊണ്ട് ഓടക്കുഴലും മറു കൈ കൊണ്ട് കാളിയ സർപ്പത്തിൻ്റെ വാലിലും മുറുകെ പിടിച്ച് പാമ്പിൻ്റെ മുകളിൽ ദിവ്യമായുള്ള ആ കാളിയമർദ്ദന നൃത്തം ചവിട്ടുന്ന ഭാവത്തിലാണ് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഇന്നുള്ളത്. ആ ദിവ്യമായ തിരുമുഖത്തേക്ക് ഒന്ന് നോക്കി നോക്കൂ. ചെവികളിൽ ചെവിപ്പൂക്കൾ അതിമനോഹരായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നെറ്റിയിൽ സ്വർണ്ണഗോപി തെളിയിച്ചിട്ടുണ്ട്. കാളിയൻ്റെ ഗർവം മുഴുവൻ ശമിപ്പിച്ചിട്ടും ഭഗവാന്റെ മുഖത്ത് ഒട്ടും കോപമില്ല. എന്താ ഒരു ഭംഗി, മന്ദഹസിച്ച് നിൽക്കുകയാണ് പൊന്നുണ്ണി. അഭയം പ്രാപിക്കുന്ന ഭക്തരെ നോക്കി അതീവ മനോഹരായിട്ട് പുഞ്ചിരി തൂകുന്ന പൊന്നുണ്ണിക്കണ്ണനാണ് കാളിയൻ്റെ പുറത്ത് നിൽക്കുന്നത്. ആ തിരുമുടിയിലേക്ക് നോക്കി നോക്കൂ, പ്രൗഢിയോടെയുള്ള സ്വർണ്ണ കിരീടം ചാർത്തിയിരിക്കുന്നു. കിരീടത്തിന് മുകളിലായിട്ട് വെളുത്ത നന്ദ്യാർവട്ട പൂക്കൾ കൊണ്ടുള്ള ഒരു തിരുമുടിമാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ ചുവന്ന തെച്ചിപ്പൂവും തുളസിയും കൂടി ചേർത്ത് വെച്ചിട്ടുള്ള വേറൊരു തിരുമുടിമാലയും കൂടിയുണ്ട്. അതിന് താഴെയായിട്ട് വെളുത്ത പൂക്കൾ, അതായത് നന്ദ്യാർവട്ട പൂക്കളും ഇടയ്ക്കിടയ്ക്ക് ചുവന്ന തെച്ചിയും പച്ച തുളസിയും കൂടി ഇങ്ങനെ മാറി മാറി ഇങ്ങനെ കോർത്ത് കെട്ടിയിട്ടുള്ള തടിച്ചുരുണ്ട ഒരു മാലയും കൂടി ഭഗവാന്റെ കഴുത്തിൽ ഇങ്ങനെ വനമാലയായിട്ട് ഉണ്ടമാലയായിട്ട് നീളത്തിൽ അണിയിച്ചിട്ടുണ്ട്. പിന്നെയോ ശ്രീലകത്തിൻ്റെ വിധാനത്തിൽ നോക്കി നോക്കൂ, താമരയും തുളസിയും കൊണ്ടുള്ള 2 വലിയ മാലകൾ, വലിയ ഉണ്ടമാലകൾ, പിന്നെ തെച്ചിയും തുളസിയും ചേർത്തിട്ടുള്ള വേറൊരു മാലയും കൂടിയാണ് ഇങ്ങനെ കെട്ടിത്തൂക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ പച്ച തുളസി, ഇങ്ങനെ പച്ച നിറം മാത്രം തുളസി മാത്രം ചേർത്ത് കെട്ടിയിരിക്കുന്ന 2 മാലകളും കൂടി തൂക്കിയിട്ടിട്ടുണ്ട്. ഈ ദിവ്യ പുഷ്പമാലകളുടെ നടുവിലാണ് കാളിയ സർപ്പത്തിൻ്റെ ഭക്തിയിൽ ചവിട്ടി നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപം നമുക്ക് കാണാൻ കഴിയണത്. ഈ കാളിയമർദ്ദന ലീലയ്ക്ക് വലിയൊരു ആത്മീയ അർത്ഥതലുണ്ട്. കാളി എന്നുള്ളത് നമ്മുടെ മനസ്സിലെ അഹങ്കാരത്തിൻ്റെയും ചീത്ത ചിന്തകളുടെയും ഒക്കെ പ്രതീകമാണ്. കാളിന്തി നദി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. അല്ലെങ്കിൽ ഈ ചിന്തകൾ എവിടെയാണോ വരുന്നത് അതാണ്. ആ കാളിന്തി നദിയിൽ വിഷം ചീറ്റുന്ന അസൂയ, ക്രോധം, കാമം തുടങ്ങിയ
ദുഷ്ടചിന്തകളാകുന്ന പാമ്പിനെയാണ് ഭഗവാൻ തൻ്റെ കാൽക്കീഴിലാക്കി അമർത്തിപ്പിടിച്ച് ആ ദുഷ്ചിന്തകളൊക്കെ ശമിപ്പിച്ച് ഭഗവാന്റെ കാലിൽ സാഷ്ടാംഗം വീഴുന്ന കാളിയനായിട്ട് മാറ്റുകയാണ്. ആ തൃപ്പാദങ്ങൾ കൊണ്ട് ഭഗവാൻ കാളിയൻ്റെ ഗർവ്വം ശമിപ്പിച്ചുവെങ്കിലും ആ ഒരു സർപ്പത്തിന് മോക്ഷമാണ് നൽകുന്നത്. ഭഗവാന്റെ പാദസ്പർശം ഏൽക്കാൻ കഴിഞ്ഞിട്ടുള്ള കാളിയ സർപ്പം എത്രയോ വലിയ സുഹൃതം ചെയ്തിട്ടുള്ളവരാണ് എന്ന് പറയാം. അതുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. എൻ്റെ ഗുരുവായൂരപ്പ, ആ കാളിയ സർപ്പത്തിൻ്റെ മുകളിൽ നൃത്തമാടിയ പോലെ അവിടുന്ന് ഞങ്ങളുടെ മനസ്സിലും നൃത്തം ചെയ്യണേ. ഞങ്ങളുടെ ഉള്ളിലെ ചീത്ത വിചാരങ്ങളെയും പാപങ്ങളെയും എല്ലാം മാറ്റി അവിടെ ഭക്തി നിറച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കാം. കാർവർണ്ണനായ ഭഗവാൻ എന്നും നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ ഒരിക്കലും കൈവിടില്ല. ആ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് നമുക്ക് ഉറക്കെ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാം. സർവവും ആ കാൽപാദത്തിൽ സമർപ്പിച്ച് നാമങ്ങൾ ജപിക്കാം. നാരായണ നാരായണ നാരായണ, കൃഷ്ണ ഗുരുവായൂരപ്പ.